Hi friends, welcome to the audio class of Kerala PSC Online Guruji YouTube channel. This is Rohit, and today in our history class we are starting our new topic, Governor Generals and Viceroys in pre-independent India. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗത്ത് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പുള്ള ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർമാര്, ഗവർണർ ജനറൽമാര്, വൈസ്രോയിമാര് എന്നിവരെ പറ്റിയാണ് നോക്കുന്നത്. ഫസ്റ്റ്ലി, ദ ഗവർണേഴ്സ് ഓഫ് ബംഗാൾ. ദിസ് പോസ്റ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1757. The first one was Robert Clive. The important point relates to Robert Clive. His period was 1758 to 1760. He was the first governor of Bengal. He won the Plassey War against Sirajud-Dowla in 1757. Plassey War was the starting of British rule in India. He was known as the Babar of British India, Conqueror of Bengal, Heaven-born General. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് തുടങ്ങുന്നത് പുതിയൊരു ടോപ്പിക്കാണ് ആരംഭിക്കുന്നത്. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പുള്ള ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർമാര്, ഗവർണർ ജനറൽമാര്, വൈസ്രോയിമാര് എന്ന ടോപ്പിക്കാണ്. അതിലാദ്യം തുടങ്ങുന്നത് ഗവർണർമാർ എന്ന ടോപ്പിക്കാണ്. ഗവർണർ ഓഫ് ബംഗാൾ, അതാണ് ആദ്യം ഉണ്ടായ പോസ്റ്റ്. 1757 ഉണ്ടായ ഒരു പോസ്റ്റാണ് ഗവർണർ ഓഫ് ബംഗാൾ. ഇതാണ് പിന്നീട് ഗവർണർ ജനറൽ ആയതും വൈസ്രോയി ആയതും. അപ്പോൾ ആദ്യം നമുക്ക് ഗവർണർ ഓഫ് ബംഗാൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് തുടങ്ങാം. ഗവർണർ ഓഫ് ബംഗാൾ, അതിലാദ്യത്തെ വ്യക്തി റോബർട്ട് ക്ലൈവ്. ഒന്നാമത്തെ വ്യക്തി റോബർട്ട് ക്ലൈവ്. ക്ലൈവുമായി റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റുകൾ, ആദ്യത്തേത് അദ്ദേഹത്തിന്റെ ഭരണ കാലഘട്ടം 1758 മുതൽ 1760 വരെ. 1758 മുതൽ 1760 വരെ അദ്ദേഹമായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ഓഫ് ബംഗാൾ എന്ന പദവി വഹിച്ചത്. ഗവർണർ ഓഫ് ബംഗാൾ, ആദ്യത്തെ ഗവർണർ ഓഫ് ബംഗാൾ റോബർട്ട് ക്ലൈവ് ആയിരുന്നു. ഇനി അദ്ദേഹമാണ് 1757 സിറാജുദ്ദൌളയ്ക്കെതിരെ, ബംഗാളിലെ നവാബായിരുന്ന സിറാജുദ്ദൌളയ്ക്കെതിരെയുള്ള പ്ലാസി യുദ്ധം ജയിച്ചത്. 1757 സിറാജുദ്ദൌളയ്ക്കെതിരെ റോബർട്ട് ക്ലൈവ് ജയിച്ച യുദ്ധമാണ് പ്ലാസി യുദ്ധം. പ്ലാസി യുദ്ധമാണ് ബ്രിട്ടീഷ് ഭരണത്തിന് തുടക്കം കുറിച്ചത്. റോബർട്ട് ക്ലൈവ് അറിയപ്പെട്ടിരുന്നതാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ, ബംഗാളിന്റെ കോൺകറർ, ഹെവൻ ബോൺ ജനറൽ. ഏതൊക്കെ പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്? ബാബർ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ അഥവാ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ, കോൺകറർ ഓഫ് ബംഗാൾ, ഹെവൻ ബോൺ ജനറൽ. ഈ പേരുകളിലൊക്കെ അറിയപ്പെട്ടിരുന്നത് റോബർട്ട് ക്ലൈവ് ആണ്. അപ്പോ ആദ്യത്തെ ഗവർണർ ഓഫ് ബംഗാൾ എന്ന പദവി വരുന്നത് 1757 ആദ്യത്തെ ഗവർണർ ഓഫ് ബംഗാൾ ആയ വ്യക്തിയാണ് റോബർട്ട് ക്ലൈവ്. അദ്ദേഹത്തിന്റെ കാലഘട്ടം 1758 മുതൽ 1760 വരെ. ഇനി അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നടന്ന പ്രധാന സംഭവമാണ് 1757 സിറാജുദ്ദൌളയ്ക്കെതിരെയുള്ള പ്ലാസി യുദ്ധം വിജയിച്ചു. ഈ പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് തുടക്കം കുറിച്ചു. ഇദ്ദേഹം ഏതൊക്കെ പേരുകൾ അറിയപ്പെടുന്നു? ബാബർ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ, കോൺകറർ ഓഫ് ബംഗാള്, ഹെവൻ ബോൺ ജനറല്. ബാബർ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ, കോൺകറർ ഓഫ് ബംഗാള്, ഹെവൻ ബോൺ ജനറല്. സെക്കൻഡ് വാസ് ലോർഡ് ഹെൻറി വന്നിസാട്ട്. His period was 1760 to 1765. The important point related to Henry Vannisart was he won the Battle of Buxar against Mir Qasim.
അടുത്ത രണ്ടാമത്തെ ബംഗാളിലെ ഗവർണറാണ് ഹെൻറി വന്നിസാർട്ട്. അദ്ദേഹത്തിന്റെ കാലഘട്ടം 1760 മുതൽ 1765 വരെയാണ്. 1760 മുതൽ 1765 വരെയാണ് ഹെൻറി വന്നിസാർട്ടിന്റെ കാലഘട്ടം. പ്രധാന പോയിന്റ് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അദ്ദേഹം ബംഗാളിലെ നവാബായിരുന്ന മിർ കാസിമിനെതിരെയുള്ള ബക്സാർ യുദ്ധം വിജയിച്ചു. ബംഗാളിലെ നവാബായിരുന്ന മിർ കാസിമിനെതിരെ ബക്സാർ യുദ്ധം 1764 ബക്സാർ യുദ്ധം അദ്ദേഹം മിർ കാസിമിനെതിരെ വിജയിച്ചു. ഈ ബക്സാർ യുദ്ധമാണ് ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടത്. ബ്രിട്ടീഷ് ഭരണത്തിന് തുടക്കം കുറിച്ചത് 1757 പ്ലാസി യുദ്ധമാണ്. ബ്രിട്ടീഷ് ഭരണം ഇവിടെ ശക്തമാക്കിയതിൽ അല്ലെങ്കിൽ അതിന് അടിത്തറയിട്ടത് ബാറ്റിൽ ഓഫ് ബക്സാർ അല്ലെങ്കിൽ ബക്സാർ യുദ്ധം 1764. അപ്പോൾ ഹെൻറി വന്നിസാർട്ടാണ് രണ്ടാമത്തെ ബംഗാളിന്റെ ഗവർണർ. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഒറ്റ പോയിന്റാണുള്ളത്, ബാറ്റിൽ ഓഫ് ബക്സാർ 1764. Third Bengal of governor was again Robert Clive during the period of 1765 to 1767. The important points were he signed the Allahabad Treaty in 1765, started the first Anglo-Mysore War against Hyder Ali during the period of 1767-1769, and he introduced the dual system in Bengal. His famous quote was, "Send me 2,000 soldiers, then I can conquer the whole India." And he was the first British governor who committed suicide. അടുത്തത് മൂന്നാമത്തെ ബംഗാൾ ഗവർണറെ പറ്റി നോക്കാം. മൂന്നാമത്തെ ബംഗാൾ ഗവർണർ ആയത് റോബർട്ട് ക്ലൈവ് തന്നെയാണ്. ആദ്യത്തെ ബംഗാൾ ഗവർണർ ആയിരുന്ന റോബർട്ട് ക്ലൈവിന്റെ രണ്ടാം ഊഴമായിരുന്നു മൂന്നാമത്തെ ബംഗാളിലെ ഗവർണറായത്. 1765-67 കാലഘട്ടത്തിൽ ബംഗാളിന്റെ മൂന്നാം ഗവർണറായത് ആദ്യത്തെ തവണ തന്നെ ആയ റോബർട്ട് ക്ലൈവ് തന്നെയാണ്. ഇക്കാലഘട്ടത്തിൽ നടന്ന പ്രധാന സംഭവങ്ങളാണ്. ആദ്യത്തേത് 1765 അലഹബാദ് ഉടമ്പടി. 1765 അലഹബാദ് ഉടമ്പടി അല്ലെങ്കിൽ അലഹബാദ് ട്രീറ്റി. രണ്ടാമത്തേത് ഒന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം. ഹൈദർ അലിക്കെതിരെയുള്ള ഒന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം ആരംഭിച്ചു. ഒന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിന്റെ കാലഘട്ടം 1767-1769. ഇനി ബംഗാളിൽ ദ്വിഭരണ സമ്പ്രദായം തുടങ്ങി. പിന്നീട് ഇദ്ദേഹം പറഞ്ഞ പ്രശസ്തമായ വാക്യമാണ്, എനിക്ക് 2000 സൈനികരെ അയച്ചു തരൂ, എങ്കിൽ എനിക്ക് ഇന്ത്യയെ മുഴുവൻ കീഴടക്കാം. ഇദ്ദേഹമാണ് ആത്മഹത്യ ചെയ്ത ആദ്യത്തെ ബ്രിട്ടീഷ് ഗവർണർ. അപ്പോ മൂന്നാമത്തെ ബംഗാൾ ഗവർണറായി ചാർജ് എടുക്കുന്നത് റോബർട്ട് ക്ലൈവ്. ആദ്യത്തെ ബംഗാൾ ഗവർണറായിരുന്ന റോബർട്ട് ക്ലൈവ് തന്നെയാണ്. കാലഘട്ടം 1765-1767. പ്രധാന സംഭവങ്ങൾ 1765 അലഹബാദ് ഉടമ്പടി, 1767 തുടങ്ങിയ ഹൈദരലിക്കെതിരെ തുടങ്ങിയ ഒന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം. ഒന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിന്റെ കാലഘട്ടം 1767-1769. ഇനി അദ്ദേഹം ബംഗാളിൽ ഏത് സിസ്റ്റമാണ് കൊണ്ടുവന്നത്? ഡ്യുവൽ സിസ്റ്റം കൊണ്ടുവന്നു, ദ്വിഭരണ സമ്പ്രദായം. ഇപ്പോൾ അലഹബാദ് ട്രീറ്റി 1765, ഫസ്റ്റ് ആംഗ്ലോ മൈസൂർ വാർ 1767-1769 ഇൻട്രൊഡ്യൂസ്ഡ് ഡ്യുവൽ സിസ്റ്റം. ഇനി അത് കൂടാതെ അദ്ദേഹം എന്താണ് പറഞ്ഞത്? എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരൂ, എനിക്ക് ഇന്ത്യയെ കീഴടക്കാൻ സാധിക്കും. പിന്നീട് ഇദ്ദേഹമാണ് ആത്മഹത്യ ചെയ്ത ഒരേ ഒരു ബ്രിട്ടീഷ് ഗവർണറും. Fourth one is Harry Verles. His period was 1767-69. He was not so an important governor. So moving to the next one, John Cartier. His period was 1769 to 1772.
1769 to 1772. Important point related to John Cartier was the Bengal famine in 1770. ഇപ്പോൾ റോബർട്ട് ക്ലൈവിന്റെ രണ്ടാം ഘട്ടം കഴിഞ്ഞതിന് ശേഷം ചാർജ് എടുത്ത ബംഗാൾ ഗവർണറാണ് ഹാരി വെയർലെസ്. ഹാരി വെയർലെസിന്റെ കാലഘട്ടം 1767 1769. അതിനുശേഷം വന്ന ബംഗാൾ ഗവർണറാണ് ജോൺ കാർട്ടിയർ 1769 1772. ഹാരി വെയർലെസുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന പോയിന്റുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ജോൺ കാർട്ടിയറിലേക്ക് പോവുകയാണ്. ജോൺ കാർട്ടിയർ 1769 1772. ജോൺ കാർട്ടിയറുമായി ബന്ധപ്പെട്ട പ്രധാന പോയിന്റാണ് കുപ്രസിദ്ധമായ ബംഗാൾ ക്ഷാമം. 1770 ബംഗാൾ ക്ഷാമം. ബംഗാൾ ക്ഷാമം ഉണ്ടായ സമയത്തെ ഗവർണറായിരുന്നു ആര്? ജോൺ കാർട്ടിയർ. ജോൺ കാർട്ടിയറിന്റെ പീരീഡ് 1769 1772. ഇനി അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നടന്ന പ്രധാന സംഭവം ഏതാണ്? ബംഗാൾ ക്ഷാമം 1770. നെക്സ്റ്റ് വൺ വാസ് വാറൻ ഹേസ്റ്റിംഗ്. വാറൻ ഹേസ്റ്റിംഗ്സ് പീരീഡ് വാസ് 1772 to 1773. 1772 to 1773. He was the last governor of Bengal. He abolished the dual system in Bengal in 1772. He shifted the treasury to Calcutta and Bengal became capital of the British rule in 1772. അടുത്തത് വാറൻ ഹേസ്റ്റിംഗ്സ് 1772 1773. ഇദ്ദേഹമാണ് ബംഗാളിലെ അവസാനത്തെ ഗവർണർ. ബംഗാളിലെ അവസാനത്തെ ഗവർണറാണ് വാറൻ ഹേസ്റ്റിംഗ്സ്. കാലഘട്ടം 1772 1773. ഇദ്ദേഹം ബംഗാളിലെ ദ്വിഭരണ സമ്പ്രദായം 1772 അവസാനിപ്പിച്ചു. റോബർട്ട് ക്ലൈവ് കൊണ്ടുവന്ന ബംഗാളിലെ ദ്വിഭരണ സമ്പ്രദായം 1772 അവസാനിപ്പിച്ചു. ഖജനാവ് കൽക്കട്ടയിലേക്ക് മാറ്റി. ട്രഷറി കൽക്കട്ടയിലേക്ക് മാറ്റി. അതുകൂടാതെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ ക്യാപിറ്റലായി ബംഗാൾ മാറ്റി 1772 തന്നെ. അപ്പോ വാറൻ ഹേസ്റ്റിംഗ് 1772 1773. അദ്ദേഹമാണ് അവസാനത്തെ ബംഗാളിലെ ഗവർണർ. ഇനി അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നടന്ന പ്രധാന സംഭവങ്ങൾ എന്തൊക്കെയാണ്? 1772 3 സംഭവങ്ങൾ. ബംഗാളിൽ റോബർട്ട് ക്ലൈവ് കൊണ്ടുവന്ന ഡ്യുവൽ സിസ്റ്റം അവസാനിപ്പിച്ചു. ട്രഷറി അല്ലെങ്കിൽ ഖജനാവ് കൽക്കട്ടയിലേക്ക് മാറ്റി. അതുകൂടാതെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ തലസ്ഥാനമായിട്ട് ബംഗാൾ മാറി. 3 1772. അപ്പൊ ഇത്രയാണ് ബംഗാളിലെ ഗവർണർമാർ അല്ലെങ്കിൽ ഗവർണർ ഓഫ് ബംഗാൾ എന്ന പദവിയിലിരുന്ന 5 പേര്. ആദ്യത്തത് റോബർട്ട് ക്ലൈവ്, അതിനുശേഷം ഹെൻറി വന്നിസാർട്ട്, അതിനുശേഷം വീണ്ടും മൂന്നാമത് വീണ്ടും റോബർട്ട് ക്ലൈവ്, അതിനുശേഷം ഹാരി വെയർലെസ്, അതിനുശേഷം ജോൺ കാർട്ടിയർ, അവസാനത്തേത് വാറൻ ഹേസ്റ്റിംഗ്സ്. ഇത്രയും പേരാണ് ബംഗാളിലെ ഗവർണർമാർ, ഗവർണർ ഓഫ് ബംഗാൾ എന്ന ടോപ്പിക്കിൽ വരുന്നത്. Our next topic is Governor General of Bengal. Governor General of Bengal. By the Regulating Act 1773, the Governor of Bengal became Governor General of Bengal. And the first one is Warren Hastings. The last Governor of Bengal became the first Governor General of Bengal. So Warren Hastings' period as Governor was 1772 to 1773 and his period as a Governor General was 1773 to 1785. The important point related to Warren Hastings. He was the first Governor General of Bengal in 1773. He passed the Regulating Act 1773. He set up a federal court in Calcutta in 1774.
He won the Rohilla War in 1774. He won the first Anglo-Maratha War during 1775 to 1782 and signed the Salbai Treaty. The second Anglo-Mysore War was 1780 to 1784. Hyder Ali died in 1782, so Warren Hastings signed the Treaty of Mangalore in 1784. Warren Hastings and William Jones found Asiatic Society of Bengal in 1784. He passed Pitt's India Act in 1784. He wrote an introduction to the English translation of Bhagavad Gita by Charles Wilkins. And he was the only Governor General who faced the impeachment procedure by British Parliament. അപ്പോൾ നമ്മൾ അടുത്തത് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. ആദ്യത്തെ ഗവർണർ ഓഫ് ബംഗാൾ എന്ന ടോപ്പിക്ക് കഴിഞ്ഞു. ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ഗവർണർ ഓഫ് ബംഗാൾ എന്നുള്ളത് എന്തായി മാറി? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നായി മാറി. ഗവർണർ ഓഫ് ബംഗാൾ എന്നുള്ളത് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നായി മാറി. അപ്പോ ഗവർണർ ഓഫ് ബംഗാൾ പദവിയിൽ അവസാനമായിട്ടിരുന്ന വാറൻ ഹേസ്റ്റിംഗ് ആണ് ഈ കൂട്ടത്തിൽ ആദ്യത്തേത്. ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത് അവസാനത്തെ ഗവർണർ ഓഫ് ബംഗാൾ ആണ്. അപ്പൊ ആദ്യത്തെ വ്യക്തി വാറൻ ഹേസ്റ്റിംഗ്സ്. വാറൻ ഹേസ്റ്റിംഗ്സ് കാലഘട്ടം 1773 മുതൽ 1785 വരെ. 1773 മുതൽ 1785 വരെ. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് പോയിന്റ്സ്, അദ്ദേഹം ഗവർണർ ജനറൽ ആയിട്ടിരിക്കുമ്പോഴുള്ള പ്രധാന പോയിന്റ്സ്. ആദ്യത്തേത്, അദ്ദേഹം റെഗുലേറ്റിംഗ് ആക്ട് 1773 പാസ്സാക്കി. അത് പ്രകാരമാണല്ലോ അദ്ദേഹം ഗവർണർ ജനറൽ ആയത്. അപ്പൊ ആദ്യത്തെ പോയിന്റ്, റെഗുലേറ്റിംഗ് ആക്ട് പാസ്സാക്കി വർഷം 1773. അതിനോടൊപ്പം എന്തായി? അദ്ദേഹം ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറലായി, ഗവർണർ ജനറൽ ഓഫ് ബംഗാളായി. അടുത്ത പോയിന്റ്, അദ്ദേഹം കൽക്കട്ടയിലെ വില്യം ഫോർട്ടില് 1774 ഒരു ഫെഡറൽ കോർട്ട് സ്ഥാപിച്ചു. അതായത് നമ്മുടെ സുപ്രീം കോടതിയുടെ ആദ്യ രൂപം. അപ്പൊ ഫെഡറൽ കോർട്ട് 1774 എവിടെ സ്ഥാപിച്ചു? കൽക്കട്ടയിലെ വില്യം ഫോർട്ട്. അതാണ് രണ്ടാമത്തെ പോയിന്റ്. അടുത്തത് 1774 റോഹില വാർ അല്ലെങ്കിൽ റോഹില യുദ്ധം ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു. 1774 റോഹില വാർ. പിന്നീട് 1775 മുതൽ 1782 വരെ നീണ്ടുനിന്ന ഒന്നാം ആംഗ്ലോ മറാത്ത വാർ. 1775 മുതൽ 1782 വരെ നീണ്ടുനിന്ന ഒന്നാം ആംഗ്ലോ മറാത്ത വാറും സാൽബായ് ഉടമ്പടിയും. സാൽബായ് ഉടമ്പടി, സാൽബായ് ട്രീറ്റി, അതും വാറൻ ഹേസ്റ്റിംഗ്സിന്റെ കാലഘട്ടത്താണ്. അടുത്തത് വീണ്ടും ഒരു യുദ്ധമാണ്, രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധം 1780-1784. രണ്ടാം ആംഗ്ലോ മറാത്ത യുദ്ധം 1780 മുതൽ 1784 വരെ. ഹൈദർ അലി 1782 മരണപ്പെട്ടതിനെ തുടർന്ന് 1784 ബ്രിട്ടീഷുകാരും ടിപ്പുവുമായിട്ട് മാംഗ്ലൂർ ഉടമ്പടി അല്ലെങ്കിൽ മംഗലാപുരം ഉടമ്പടി, ട്രീറ്റി ഓഫ് മാംഗ്ലൂർ ഒപ്പുവെച്ചത് 1784. പിന്നീട് അടുത്തത്, വാറൻ ഹേസ്റ്റിംഗ്സും വില്യം ജോൺസും ചേർന്ന് 1784 ബംഗാളിൽ സ്ഥാപിച്ച സംഘടനയാണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ 1784. ആരൊക്കെ? വാറൻ ഹേസ്റ്റിംഗ്സും വില്യം ജോൺസും. പിന്നീട് 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട് പാസാക്കി. പിറ്റ്സ് ഇന്ത്യ ആക്ട് പാസാക്കിയ വർഷം 1784. പിന്നീട് ചാൾസ് വിൽക്കിൻസ് എഴുതിയ ഭഗവത്ഗീതയുടെ ഇംഗ്ലീഷ് പരിഭാഷ, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷന് ആമുഖം എഴുതിയത് വാറൻ ഹേസ്റ്റിംഗ്സ് ആണ്.
അപ്പോൾ ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ചാൾസ് വിൽക്കിൻസ് ആണ്. അതിന് ഇൻട്രൊഡക്ഷൻ എഴുതിയത് അല്ലെങ്കിൽ ആമുഖം എഴുതിയത് വാറൻ ഹേസ്റ്റിംഗ്സ് ആണ്. ഇനി വാറൻ ഹേസ്റ്റിംഗ്സ് ആണ് ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ഇംപീച്ച്മെന്റ് നടപടി, പുറത്താക്കൽ നടപടിയെ അഭിമുഖീകരിച്ച ഒരേ ഒരു ഗവർണർ ജനറൽ. ഇംപീച്ച്മെന്റ് നടപടിക്ക് വിധേയനായ ഒരേ ഒരു ഗവർണർ ജനറലും ആര് തന്നെയാണ്? വാറൻ ഹേസ്റ്റിംഗ്സ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന ടോപ്പിക്കാണ് പറഞ്ഞത്. 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ഗവർണർ ഓഫ് ബംഗാൾ എന്നുള്ളത് എന്തായി മാറി? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നായി മാറി. ആ പദവിയിലെത്തിയ ആദ്യത്തെ വ്യക്തി വാറൻ ഹേസ്റ്റിംഗ്സ്. കാലഘട്ടം 1773 1785. എന്തായിരുന്നു പ്രധാനപ്പെട്ട പോയിന്റുകൾ? 1773 2 പോയിന്റുകൾ, അത് അദ്ദേഹത്തിന്റെ പദവിയുമായി തന്നെ ബന്ധപ്പെട്ടത്. 1773 റെഗുലേറ്റിംഗ് ആക്ട് പാസ്സായപ്പോൾ എന്ത് സംഭവിച്ചു? അദ്ദേഹം ബംഗാളിന്റെ ആദ്യത്തെ ഗവർണർ ജനറലായി മാറി. ഇനി അടുത്ത 1774 എന്തൊക്കെയാണ് നടന്നത്? ആദ്യമായിട്ട് അദ്ദേഹം കൊൽക്കത്തയിലെ വില്യം ഫോർട്ടില് ഒരു ഫെഡറൽ കോർട്ട് സ്ഥാപിച്ചു. സുപ്രീം കോടതിയുടെ ആദ്യ രൂപമായ ഫെഡറൽ കോർട്ട് സ്ഥാപിച്ചു. ഇനി 3 യുദ്ധം. 74 ആദ്യത്തെ യുദ്ധം ഏതാണ്? റോഹില യുദ്ധം അല്ലെങ്കിൽ റോഹില വാർ. 1775 1782 കാലഘട്ടത്തിൽ എന്താണ് നടന്നത്? ഒന്നാം ആംഗ്ലോ മറാത്ത യുദ്ധവും സാൽബായ് ട്രീറ്റി അല്ലെങ്കിൽ സാൽബായ് ഉടമ്പടിയും. പിന്നീട് 1780 മുതൽ 84 വരെ അടുത്ത യുദ്ധം ഏതാണ്? രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധം. അതിൽ ഹൈദരലി മരിക്കുന്നത് എന്നാണ്? 1782. അതിനെ തുടർന്ന് ബ്രിട്ടീഷുകാരും ടിപ്പു സുൽത്താനുമായിട്ട് മംഗലാപുരം ഉടമ്പടി അല്ലെങ്കിൽ ട്രീറ്റി ഓഫ് മാംഗ്ലൂർ ഒപ്പുവെക്കുന്നത് 1784. ഇനി 84 മറ്റു പോയിന്റുകൾ എന്തൊക്കെയാണ്? 1784 തന്നെ വാറൻ ഹേസ്റ്റിംഗ്സും വില്യം ജോൺസും ചേർന്ന് ബംഗാളിൽ എന്ത് സ്ഥാപിക്കുന്നു? ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ. പിന്നീട് 1784 ഒരു പോയിന്റും കൂടെ ഉണ്ട്. ഏതാണ്? പിറ്റ്സ് ഇന്ത്യ ആക്ട് പാസാക്കിയത്. പിന്നീട് ചാൾസ് വിൽക്കിൻസ് എഴുതിയ ഭഗവത്ഗീതയുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷന് ആമുഖം എഴുതി. ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ആമുഖം എഴുതിയത് വാറൻ ഹേസ്റ്റിംഗ്സ് തന്നെയാണ്. പിന്നീട് അവസാനത്തെ പോയിന്റ് എന്താണ് പറഞ്ഞത്? ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ഇംപീച്ച്മെന്റ് നടപടിക്ക് വിധേയനായ ഒരേ ഒരു ഗവർണർ ജനറൽ ആരാണ്? വാറൻ ഹേസ്റ്റിംഗ്സ് ആണ്. After Warren Hastings, Sir John Macpherson was appointed as an acting Governor General of Bengal during the period of 1885 to 1886. So we move into the next one. Lord Cornwallis, 1786 to 1793. Cornwallis, 1786 to 1793. The important points. He was known as the father of Indian civil service, and he was also known as the father of modern police administration in India. He introduced the permanent settlement system or the zamindari system in 1793. He set up the lower courts, appellate courts and other judicial hierarchy system under Cornwallis Code in 1793. The Third Anglo-Mysore War during 1790 to 1792 and the loss of Tipu Sultan. Srirangapattanam Treaty in 1792. വില്യം ബെന്റിക്കിന് ശേഷം സർ ജോൺ മക്ഫേഴ്സൺ 1885 1886 കാലയളവിൽ ആക്ടിംഗ് ഗവർണർ ജനറലായി ചാർജ് എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്ത് ഇമ്പോർട്ടന്റ് പോയിന്റ് ഒന്നുമില്ല. ജോൺ മക്ഫേഴ്സൺ 1885 1886. അതുകൊണ്ട് അടുത്ത ഗവർണർ ജനറലിലേക്ക് പോവുകയാണ്. കോൺവാലിസ് കാലഘട്ടം 1786 1793. 1786 1793. കോൺവാലിസുമായി ബന്ധപ്പെട്ട പ്രധാന പോയിന്റുകൾ. ഫാദർ ഓഫ് ഇന്ത്യൻ സിവിൽ സർവീസ് എന്നറിയപ്പെടുന്നത് കോൺവാലിസ് ആണ്.
ഫാദർ ഓഫ് മോഡേൺ പോലീസ് അഡ്മിനിസ്ട്രേഷൻ എന്നറിയപ്പെടുന്നതും കോൺവാലിസ് ആണ്. ഇദ്ദേഹം 1793 ആരംഭിച്ച സിസ്റ്റമാണ് സമീന്ദാരി സിസ്റ്റം അല്ലെങ്കിൽ പെർമനന്റ് സെറ്റിൽമെന്റ് സിസ്റ്റം, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. പെർമനന്റ് സെറ്റിൽമെന്റ് സിസ്റ്റം അല്ലെങ്കിൽ സമീന്ദാരി സിസ്റ്റം ഏത് വർഷമാണ്? 1793. അപ്പൊ പെർമനന്റ് സെറ്റിൽമെന്റ് സിസ്റ്റം അല്ലെങ്കിൽ സമീന്ദാരി സിസ്റ്റം കൊണ്ടുവന്ന ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? കോൺവാലിസ് ആണ്. അതിനുശേഷം അദ്ദേഹം ലോവർ കോർട്ട്, അപ്പലേറ്റ് കോർട്ട് എന്ന രീതിയിൽ കോടതികളെ ക്ലാസിഫൈ ചെയ്തു. കോൺവാലിസ് കോഡിന് കീഴിൽ 1793 കോടതികളെ ക്ലാസിഫൈ ചെയ്തു. ഏത് വർഷം? 1793. ഉയർന്ന കോടതികളായിട്ടും താഴെ തട്ടിലുള്ള കോടതികളായിട്ടും കോടതികളെ ക്ലാസിഫൈ ചെയ്ത വർഷമാണ്, അല്ലെങ്കിൽ ജുഡീഷ്യൽ ഹയറാർക്കി കൊണ്ടുവന്ന വർഷമാണ് 1793. അത് ഏത് പ്രകാരമാണ് ഹയറാർക്കി ചെയ്തിരിക്കുന്നത്? കോൺവാലിസ് കോഡ് 1793. ഇനി ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നടന്ന പ്രധാന യുദ്ധമാണ് മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം. മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം കാലഘട്ടം 1790-1792. ഈ യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ പരാജയപ്പെട്ടു. അപ്പോ മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം 1790-1792. ബ്രിട്ടീഷുകാർ തോൽപ്പിച്ചത് ടിപ്പു സുൽത്താനെ. ഇനി അതിനോടൊപ്പം ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ചു 1792. അപ്പോ പ്രധാനപ്പെട്ട അടുത്ത ഗവർണർ ജനറലാണ് കോൺവാലിസ്, ലോർഡ് കോൺവാലിസ്. കോൺവാലിസ് പ്രഭുവിന്റെ കാലഘട്ടമാണ് 1786-1793. അദ്ദേഹം ഏതൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത്? ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ്, ഫാദർ ഓഫ് ഇന്ത്യൻ സിവിൽ സർവീസ്. അതുകൂടാതെ ഫാദർ ഓഫ് മോഡേൺ പോലീസ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ പുതിയ പോലീസ് സംവിധാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും കോൺവാലിസ് തന്നെയാണ്. ഇനി ഇദ്ദേഹം 1793 കൊണ്ടുവന്ന പ്രശസ്തമായ സിസ്റ്റം ഏതാണ്? പെർമനന്റ് സെറ്റിൽമെന്റ് സിസ്റ്റം, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, അല്ലെങ്കിൽ എന്റെ മറ്റൊരു പേരെന്താണ്? സമീന്ദാരി സിസ്റ്റം. വർഷം ഏതാണ്? 1793. ഇനി ഇദ്ദേഹം 1793 കോൺവാലിസ് കോഡ് രൂപീകരിച്ചു. അതിന്റെ കീഴിൽ വന്ന പ്രധാന മാറ്റം എന്താണ്? കോടതികളെ ക്ലാസിഫൈ ചെയ്തു, ഉയർന്ന കോടതികളും താഴ്ന്ന കോടതികളുമായിട്ട്. ഇനി ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നടന്ന പ്രസിദ്ധമായ യുദ്ധം ഏതായിരുന്നു? മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം. അതിന്റെ കാലഘട്ടം 1790-1792. ഈ യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ പരാജയപ്പെട്ടു. അതിനെ തുടർന്ന് 1792 ശ്രീരംഗപട്ടണം സന്ധി, ശ്രീരംഗപട്ടണം ട്രീറ്റി ഒപ്പുവെച്ചു. അപ്പൊ അത്രയാണ് ലോർഡ് കോൺവാലിസ്. നെക്സ്റ്റ് വൺ ഈസ് ജോൺ ഷോർ. ജോൺ ഷോർ. His period was 1793 to 1798. The important points. He was the first civil servant to become the Governor General. He enacted the first Chartered Act in 1793. His policy was known as the non-intervention policy. Due to this policy, the British were not participated in the internal matters of provinces. During his period, the Marathas defeated the Nizam of Hyderabad in the Battle of Kharda in 1795. അടുത്തത് ജോൺ ഷോർ. സർ ജോൺ ഷോർ ആണ് അടുത്ത ബംഗാളിന്റെ ഗവർണർ ജനറൽ. ജോൺ ഷോർ. അദ്ദേഹത്തിന്റെ കാലഘട്ടമാണ് 1793-1798. ഇനി അദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രധാന പോയിന്റുകളാണ്. ആദ്യത്തേത്, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ വന്ന ആദ്യത്തെ ഗവർണർ ജനറൽ, സിവിൽ സർവന്റ്. ബ്രിട്ടീഷുകാരുടെ കീഴിൽ ഒരു ഉദ്യോഗസ്ഥനായി ജോലി ചെയ്തതിനു ശേഷം ഗവർണർ ജനറൽ ആയ ആദ്യത്തെ വ്യക്തിയാണ് ജോൺ ഷോർ, ദ ഫസ്റ്റ് സിവിൽ സർവന്റ്. അദ്ദേഹമാണ് ഗവർണർ ജനറൽ പദവിയിലെത്തുന്ന ആദ്യത്തെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ. ഇനി ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത പ്രധാനപ്പെട്ട പോയിന്റാണ് 1793 ഇദ്ദേഹം ഫസ്റ്റ് ചാർട്ടേഡ് ആക്ട് പാസാക്കി. 1793 ഫസ്റ്റ് ചാർട്ടേഡ് ആക്ട്.
ഇനി ഇദ്ദേഹത്തിന്റെ പോളിസി ആയിരുന്നു നോൺ ഇന്റർവെൻഷൻ പോളിസി. നോൺ ഇന്റർവെൻഷൻ പോളിസി എന്ന് പറഞ്ഞാൽ നാട്ടുരാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യത്തിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇടപെടില്ല. അതാണ് നോൺ ഇന്റർവെൻഷൻ പോളിസി. അപ്പോൾ നോൺ ഇന്റർവെൻഷൻ പോളിസിയുമായി ബന്ധപ്പെട്ട ബ്രിട്ടീഷ് ഗവർണർ ജനറലാണ് ജോൺ ഷോർ. ജോൺ ഷോറിന്റെ പോളിസിയാണ് നോൺ ഇന്റർവെൻഷൻ പോളിസി. ഇനി ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നടന്ന മറ്റൊരു പ്രധാന സംഭവമാണ് മറാത്തക്കാർ ഹൈദരാബാദിലെ നിസാമിനെ ഖർദ യുദ്ധത്തിൽ 1795 പരാജയപ്പെടുത്തി. ഇപ്പോ ഖർദ യുദ്ധം, ഖർദ ബാറ്റിൽ 1795 1795 ആരൊക്കെ തമ്മിലായിരുന്നു? മറാത്തക്കാരും ഹൈദരാബാദിലെ നിസാമുമായിട്ടായിരുന്നു. ആര് ജയിച്ചു? മറാത്തക്കാര് ജയിച്ചു. അപ്പോ ജോൺ ഷോർ 1793 മുതൽ 1798 വരെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ. ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന പോയിന്റുകൾ ഏതൊക്കെയാണ്? സിവിൽ സർവന്റ് ആയതിനു ശേഷം ഗവർണർ ജനറലായ ആദ്യത്തെ വ്യക്തി, ഉദ്യോഗസ്ഥനായ ശേഷം ഗവർണർ ജനറലായ ആദ്യത്തെ വ്യക്തി. അതുകൂടാതെ 1793 ഫസ്റ്റ് ചാർട്ടേഡ് ആക്ട് പാസ്സാക്കി. ഇനി ഇദ്ദേഹത്തിന്റെ പോളിസി എന്തായിരുന്നു? നോൺ ഇന്റർവെൻഷൻ പോളിസി. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നടന്ന പ്രധാന യുദ്ധം ഏതാണ്? 1795 ഖർദ ബാറ്റിൽ അല്ലെങ്കിൽ ഖർദ യുദ്ധം. ആരൊക്കെ തമ്മിൽ? മറാത്തക്കാരും ഹൈദരാബാദിലെ നിസാമും തമ്മിൽ. യുദ്ധത്തിൽ മറാത്തക്കാർ വിജയിച്ചു. അത്രയാണ് ജോൺ ഷോറുമായി ബന്ധപ്പെട്ട പ്രധാന പോയിന്റുകൾ. നെക്സ്റ്റ് വൺ ഈസ് റിച്ചാർഡ് വെല്ലസ്ലി. റിച്ചാർഡ് വെല്ലസ്ലി. ഹിസ് പീരീഡ് വാസ് 1798 to 1805. 1798 to 1805. He was known as the Akbar of British India. Bengal Tiger. He described himself as the Bengal Tiger. He introduced the system of subsidiary alliance in 1798. The first ruler joined in the subsidiary alliance was the Nizam of Hyderabad. He started the Fort William College in Calcutta in 1800. During his tenancy, the Madras Presidency formed. He banned the infanticide. The famous war during his period were, the first one was the Fourth Anglo-Mysore War in 1799. In this battle, Tipu Sultan lost and the death of Tipu Sultan occurred. The Second Anglo-Maratha War during the period of 1803 to 1805. The Britishers defeated Bhonsle and Holkar families. He signed the Treaty of Bazaine in 1802 with Bajirao II. അപ്പോൾ അടുത്ത് നോക്കുന്നത് റിച്ചാർഡ് വെല്ലസ്ലി. വെല്ലസ്ലി പ്രഭു വളരെ പ്രശസ്തനാണ്. വെല്ലസ്ലി പ്രഭുവിന്റെ കാലഘട്ടമാണ് 1798 മുതൽ 1805 വരെ. 1798 മുതൽ 1805 വരെയാണ് വെല്ലസ്ലി പ്രഭുവിന്റെ കാലഘട്ടം. ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ നമ്മൾ നോക്കി, റോബർട്ട് ക്ലൈവ്. ഇത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ റിച്ചാർഡ് വെല്ലസ്ലി. ഇദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചിരുന്നത് ബംഗാൾ ടൈഗർ എന്നാണ്. ബംഗാൾ ടൈഗർ എന്ന് മറ്റു പല ആൾക്കാർക്കും നാമകരണമുണ്ട്. അതിൽ ബംഗാൾ ടൈഗർ എന്ന് സ്വയം വിശേഷിപ്പിച്ച വ്യക്തി എന്ന് വരുമ്പോൾ അതിന്റെ ഉത്തരമാണ് റിച്ചാർഡ് വെല്ലസ്ലി. ഇനി ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് 1798 സബ്സിഡിയറി അലയൻസ് അല്ലെങ്കിൽ സൈനിക സഹായ വ്യവസ്ഥ ആരംഭിക്കുന്നത്. സബ്സിഡിയറി അലയൻസ് അല്ലെങ്കിൽ സൈനിക സഹായ വ്യവസ്ഥ ആരംഭിച്ചത് ആരാണ്? റിച്ചാർഡ് വെല്ലസ്ലി. ഏതാണ് വർഷം? 1798. ഇനി സബ്സിഡിയറി അലയൻസ് പ്രകാരം അല്ലെങ്കിൽ അതിൽ ആദ്യമായി ചേർന്ന അല്ലെങ്കിൽ ഒപ്പുവെച്ച നാട്ടുരാജ്യമാണ്
ഹൈദരാബാദ് ഒപ്പുവെച്ച വ്യക്തിയാണ് ഹൈദരാബാദിലെ നിസാം. 1798 തന്നെയാണ്. അപ്പോൾ 1798 വെല്ലസ്ലി സൈനിക സഹായ വ്യവസ്ഥ അല്ലെങ്കിൽ സബ്സിഡിയറി അലയൻസ് കൊണ്ടുവരുമ്പോൾ അതിൽ ആദ്യമായിട്ട് ഒപ്പുവെച്ചത് ഹൈദരാബാദിലെ നിസാമാണ്. ഇനി ഇദ്ദേഹം 1800 കൽക്കട്ടയില് ഫോർട്ട് വില്യം കോളേജ് ആരംഭിച്ചു. 1800 കൽക്കട്ടയില് ഫോർട്ട് വില്യം കോളേജ് ആരംഭിച്ചു. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് മദ്രാസ് പ്രസിഡൻസി രൂപവത്കരിച്ചത്. മദ്രാസ് പ്രസിഡൻസി രൂപവത്കരിച്ചത് റിച്ചാർഡ് വെല്ലസ്ലിയുടെ കാലഘട്ടത്തിലാണ്. ഇനി ഇദ്ദേഹം ശിശുഹത്യ നിരോധിച്ചു. ശിശുഹത്യ, ഇൻഫന്റിസൈഡ് നിരോധിച്ചു. ഇനി ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നടന്ന പ്രധാനപ്പെട്ട യുദ്ധങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റുകളാണ്. ആദ്യത്തേത് 1799 4ാം ആംഗ്ലോ മൈസൂർ യുദ്ധം. 1799 നടന്ന 4ാം ആംഗ്ലോ മൈസൂർ യുദ്ധം. ഇതില് ടിപ്പു സുൽത്താനെ തോൽപ്പിച്ചു. ടിപ്പു സുൽത്താൻ കൊല്ലപ്പെട്ടു. 4ാം ആംഗ്ലോ മൈസൂർ യുദ്ധം 1799. മറ്റൊരു പ്രസിദ്ധമായ യുദ്ധമാണ് 2ാം ആംഗ്ലോ മറാത്ത യുദ്ധം 1803 മുതൽ 1805 വരെ. 2ാം ആംഗ്ലോ മറാത്ത യുദ്ധം 1803 മുതൽ 1805 വരെ. ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തിയത് ഭോൺസ്ലെ ഫാമിലിയെയും ഹോൾക്കർ ഫാമിലിയെയുമാണ്. ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തിയത് ഭോൺസ്ലെ ഫാമിലി, ഹോൾക്കർ ഫാമിലി, രണ്ട് ഫാമിലിയും ഒരുമിച്ചാണ് ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്തത്. അവരെ തോൽപ്പിച്ച യുദ്ധമാണ് 2ാം ആംഗ്ലോ മറാത്ത യുദ്ധം 1803 മുതൽ 1805 വരെ. ഇനി ഇദ്ദേഹമാണ് ബസീൻ ഉടമ്പടി ഒപ്പുവെച്ചത് 1802. ട്രീറ്റി ഓഫ് ബസീൻ അത് ഒപ്പുവെച്ചത് 1802 റിച്ചാർഡ് വെല്ലസ്ലി. ആരുമായിട്ടാണ് ഒപ്പുവെച്ചത്? ബാജിറാവു രണ്ടാമനുമായിട്ട്. ബാജിറാവു രണ്ടാമനുമായിട്ട് ബസീൻ ഉടമ്പടി ഒപ്പുവെച്ചു 1802. അപ്പൊ നമ്മൾ നോക്കുന്നത് റിച്ചാർഡ് വെല്ലസ്ലിയാണ്. 1798 1805. അദ്ദേഹം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? അക്ബർ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചത് എന്താണ്? ബംഗാൾ ടൈഗർ. ഇനി പ്രധാന പോയിന്റ് എന്താണ്? സബ്സിഡിയറി അലയൻസ് അല്ലെങ്കിൽ സൈനിക സഹായ വ്യവസ്ഥ. ഏത് വർഷം? 1798. ആ കൊണ്ടുവന്ന വർഷം തന്നെ അതിൽ ഒപ്പുവെച്ച വ്യക്തിയാണ് ഹൈദരാബാദിലെ നിസാം. ഇനി ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ രൂപം കൊണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? 1800 ഫോർട്ട് വില്യം കോളേജ് കൽക്കട്ടയിൽ സ്ഥാപിച്ചു. പിന്നീട് മദ്രാസ് പ്രസിഡൻസി രൂപം കൊണ്ടു. പിന്നെ അദ്ദേഹം നിരോധിച്ചത് എന്താണ്? ഇൻഫന്റിസൈഡ് അല്ലെങ്കിൽ ശിശുഹത്യ നിരോധിച്ചു. ഇനി യുദ്ധങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യത്തേത് 4ാം ആംഗ്ലോ മൈസൂർ യുദ്ധം. ഏതാണ് വർഷം? 1799. ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ ജയിക്കുകയും ടിപ്പു സുൽത്താൻ കൊല്ലപ്പെടുകയും ചെയ്യുന്നു. ഇനി അടുത്ത യുദ്ധം ഏതാണ്? 2ാം ആംഗ്ലോ മറാത്ത യുദ്ധം 1803 മുതൽ 1805 വരെ. ബ്രിട്ടീഷുകാർ ആരെയൊക്കെ പരാജയപ്പെടുത്തി? ഫോൺസ്ലെ ഫാമിലിയെയും ഹോൾക്കർ ഫാമിലിയെയും. ഇനി ഒപ്പുവെച്ച ഉടമ്പടി ഏതാണ്? ട്രീറ്റി ഓഫ് ബസീൻ അല്ലെങ്കിൽ ബസീൻ ഉടമ്പടി 1802. ആരുമായിട്ട്? ബാജിറാവു രണ്ടാമനുമായിട്ട് ട്രീറ്റി ഓഫ് ബസീൻ 1802. ആഫ്റ്റർ വെല്ലസ്ലി there was a second time of Cornwallis, but due to his sudden demise in 1805, we move to the next important person, George Barlow. George Barlow. His period was 1805 to 1807. 1805 to 1807. The important point related to George Barlow was, the first one was his policy known as moderate policy or non-intervention policy. His policy was known as moderate policy or non-intervention policy. And the second point is, during his tenure, the Vellore Mutiny in 1806 happened. Vellore Mutiny in 1806 happened. The commander-in-chief of Madras during the mutiny was John Cradock. John Cradock. അപ്പോൾ വെല്ലസ്ലിക്ക് ശേഷം വീണ്ടും ഗവർണർ ജനറലായി വന്നത് കോൺവാലിസ് പ്രഭു തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ രണ്ടാം വരവിൽ അദ്ദേഹം
വളരെ പെട്ടെന്ന് തന്നെ മരണപ്പെട്ടതുകൊണ്ട് അദ്ദേഹത്തിന്റെ രണ്ടാം വരവില് ഇമ്പോർട്ടന്റ് പോയിന്റുകൾ അധികമില്ല. നമ്മൾ അതുകൊണ്ട് അടുത്ത ഗവർണർ ജനറലിലേക്ക് പോവുകയാണ്. ജോർജ് ബാർലോ. ജോർജ് ബാർലോ അദ്ദേഹത്തിന്റെ കാലാവധിയാണ് 1805 1807. 1805 1807. 2 പോയിന്റുകളാണ് ജോർജ് ബാർലോവുമായി ബന്ധപ്പെട്ടുള്ളത്. ആദ്യത്തേത് അദ്ദേഹത്തിന്റെ പോളിസി, മോഡറേറ്റ് പോളിസി അല്ലെങ്കിൽ നോൺ ഇന്റർവെൻഷൻ പോളിസി. നമ്മൾ മുമ്പ് നോക്കി നാട്ടുരാജ്യങ്ങളുടെ കാര്യത്തിൽ ബ്രിട്ടീഷുകാർ, ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ ഇടപെടുന്നില്ലെന്ന് പറയുന്നതാണ് നോൺ ഇന്റർവെൻഷൻ പോളിസി. അപ്പോൾ ജോർജ് ബാർലോവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ പോയിന്റ് അദ്ദേഹത്തിന്റെ പോളിസി മോഡറേറ്റ് പോളിസി അല്ലെങ്കിൽ നോൺ ഇന്റർവെൻഷൻ പോളിസി. രണ്ടാമത്തെ, ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് 1806 വെല്ലൂർ കലാപം നടക്കുന്നത്. വെല്ലൂർ കലാപം നടക്കുമ്പോഴത്തെ മദ്രാസിലെ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്നു ജോൺ ക്രാഡോക്ക്. ഇപ്പോൾ വെല്ലൂർ കലാപം 1806 ആ സമയത്തെ ഗവർണർ ജനറൽ ആണ് ആര്? ജോർജ് ബാർലോ. ആ സമയത്തെ മദ്രാസിലെ കമാൻഡർ ഇൻ ചീഫ് ആണ് ആര്? ജോൺ ക്രാഡോക്ക്. അപ്പൊ ജോർജ് ബാർലോയുമായി ബന്ധപ്പെട്ട് 2 പോയിന്റുകൾ. ഒന്ന് അദ്ദേഹത്തിന്റെ പോളിസി മോഡറേറ്റ് പോളിസി അല്ലെങ്കിൽ നോൺ ഇന്റർവെൻഷൻ പോളിസി. പിന്നീട് അദ്ദേഹത്തിന്റെ കാലത്താണ് എന്ത് നടന്നത്? 1806 വെല്ലൂർ കലാപം നടക്കുന്നത്. വെല്ലൂർ കലാപം നടക്കുമ്പോഴത്തെ മദ്രാസിലെ കമാൻഡർ ഇൻ ചീഫ് ആണ് ആര്? ജോൺ ക്രാഡോ. നെക്സ്റ്റ് വൺ ഈസ് ദ മിന്റോ ഫസ്റ്റ്. ഹിസ് പീരീഡ് വാസ് 1807 to 1813. 1807 to 1813. The important points related to Minto first was, first one is he signed the Treaty of Amritsar with Maharaja Ranjit Singh in 1809. He signed the Treaty of Amritsar with the Maharaja Ranjit Singh in 1809, and he passed the Charter Act in 1813. അടുത്ത നോക്കുന്നത് മിന്റോ ഫസ്റ്റ് എന്ന ഗവർണർ ജനറലിനെ പറ്റിയാണ്. മിന്റോ ഫസ്റ്റ് അദ്ദേഹത്തിന്റെ കാലാവധിയാണ് 1807 മുതൽ 1813 വരെ. 1807 മുതൽ 1813 വരെ മിന്റോ ഫസ്റ്റുമായി ബന്ധപ്പെട്ട് 2 പോയിന്റുകൾ തന്നെയാണുള്ളത്. ഒന്നാമത്തത് 1809 അദ്ദേഹം പഞ്ചാബിലെ മഹാരാജ രഞ്ജിത് സിംഗുമായിട്ട് അമൃതസർ ഉടമ്പടി ഒപ്പുവച്ചു. 1809 മഹാരാജ രഞ്ജിത് സിംഗുമായിട്ട് അമൃതസർ ഉടമ്പടി ഒപ്പുവെച്ചത് ആരാണ്? മിന്റോ ഫസ്റ്റ്. വർഷം 1809. രണ്ടാമത്തെ പോയിന്റ് 1813 ചാർട്ടർ ആക്ട് പാസാക്കി. 1813 ചാർട്ടർ ആക്ട് പാസാക്കി. നമ്മൾ അടുത്ത് നോക്കിയത് മിന്റോ ഒന്നാമൻ അല്ലെങ്കിൽ മിന്റോ ഫസ്റ്റ്. കാലാവധി 1807 മുതൽ 1813 വരെ. എന്തൊക്കെയാണ് 2 പോയിന്റുകൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടത്? ഒന്നാമത്തത് 1809 പഞ്ചാബിലെ മഹാരാജ രഞ്ജിത് സിംഗുമായിട്ട് അമൃത്സർ ഉടമ്പടി ഒപ്പുവെച്ചു. രണ്ടാമത്തെ പോയിന്റ് 1813 ചാർട്ടർ ആക്ട് പാസാക്കി. നെക്സ്റ്റ് വൺ ഈസ് ഫ്രാൻസിസ് ഹേസ്റ്റിംഗ്. His period was 1813 to 1823. The important points. He introduced the intervention policy. During his tenure, the Bombay Presidency created. He introduced the right to vary system under the supervision of Thomas Munro in Madras in 1820. He abolished the Peshwaship in 1880. During his period, the Anglo-Nepal War 1830-1823 and Third Anglo-Maratha War 1870 to 1880 and Pindari War in 1870. അടുത്ത് നോക്കുന്നത് ഫ്രാൻസിസ് ഹേസ്റ്റിംഗ്.
ഫ്രാൻസിസ് ഹേസ്റ്റിംഗ്. അദ്ദേഹത്തിന്റെ കാലാവധി 1813 മുതൽ 1823 വരെ. 1813 മുതൽ 1823 വരെ. അദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രധാന പോയിന്റുകൾ നോക്കാം. ആദ്യത്തേത്, അദ്ദേഹത്തിന്റെ പോളിസി ഇന്റർവെൻഷൻ പോളിസിയാണ്. മുമ്പുണ്ടായിരുന്നവരുടെ നോൺ ഇന്റർവെൻഷൻ പോളിസി മാറ്റി അദ്ദേഹം ഇന്റർവെൻഷൻ പോളിസിയാക്കി. അപ്പോൾ അതിൽ നിന്ന് എന്ത് പറ്റി? ബ്രിട്ടീഷുകാർ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടും എന്നായി. അപ്പോൾ ഇന്റർവെൻഷൻ പോളിസിയുമായി ബന്ധപ്പെട്ട ആളാണ് ഫ്രാൻസിസ് ഹേസ്റ്റിംഗ്. ഇനി മറ്റു പോയിന്റുകൾ. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ബോംബെ പ്രസിഡൻസി രൂപീകരിക്കുന്നത്. ബോംബെ പ്രസിഡൻസി. നേരത്തെ പറഞ്ഞു മദ്രാസ് പ്രസിഡൻസി. മദ്രാസ് പ്രസിഡൻസി ആരുടെ കാലഘട്ടത്തിലാണ്? റിച്ചാർഡ് വെല്ലസ്ലിയുടെ. ഇതേതാണ്? ബോംബെ പ്രസിഡൻസി, ഫ്രാൻസിസ് ഹേസ്റ്റിംഗ്സ്. ഇനി അടുത്തത് ഒരു പ്രധാന പോയിന്റാണ്. 1820 മദ്രാസിൽ അദ്ദേഹം റയട്ട്വാരി എന്നൊരു സമ്പ്രദായം കൊണ്ടുവന്നു. റയട്ട്വാരി സിസ്റ്റം, സമീന്ദാരി സിസ്റ്റം പോലെ സിസ്റ്റമാണ് റയട്ട്വാരി സിസ്റ്റം. ഇതിന് അദ്ദേഹം ചുമതല ഏൽപ്പിച്ച ഉദ്യോഗസ്ഥനാണ് തോമസ് മൺറോ. മദ്രാസിലെ ഗവർണറായിരുന്ന തോമസ് മൺറോ. അപ്പോൾ അദ്ദേഹം 1820 ഫ്രാൻസിസ് ഹേസ്റ്റിംഗ് ആണ് എന്ത് സിസ്റ്റം കൊണ്ടുവരുന്നത്? റയട്ട്വാരി സിസ്റ്റം എവിടെ കൊണ്ടുവരുന്നു? മദ്രാസിൽ കൊണ്ടുവരുന്നു. അതിന്റെ നേതൃത്വം ആർക്കാണ്? തോമസ് മൺറോയ്ക്കാണ്. തോമസ് മൺറോ, ഇന്നത്തെ മദ്രാസ് ഗവർണറായിരുന്ന തോമസ് മൺറോയ്ക്കാണ് റയട്ട്വാരി സിസ്റ്റത്തിന്റെ സൂപ്പർവിഷൻ. വർഷം 1820. ഇനി അദ്ദേഹം 1818 പേഷ്വ എന്നുള്ള സ്ഥാനം നിരോധിച്ചു, അല്ലെങ്കിൽ അത് നിർത്തലാക്കി. അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളും കാര്യങ്ങളും എല്ലാം 1818 നിർത്തലാക്കി. ഇനി ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നടന്ന പ്രധാന യുദ്ധങ്ങളാണ് ആംഗ്ലോ നേപ്പാൾ യുദ്ധം 1813, 1823. മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം 1817, 1818. പിണ്ടാരി യുദ്ധം അല്ലെങ്കിൽ പിണ്ടാരി വാർ 1817. അപ്പോൾ അടുത്തത് ഫ്രാൻസിസ് ഹേസ്റ്റിംഗ് ആണ് നോക്കിയത്. വർഷം ഏതാണ്? 1813, 1823. ബന്ധപ്പെട്ട പ്രധാന പോയിന്റുകൾ ഏതൊക്കെയാണ്? ആദ്യത്തേത്, ഇദ്ദേഹത്തിന്റെ പോളിസി എന്തായിരുന്നു? ഇന്റർവെൻഷൻ പോളിസി ആയിരുന്നു. ഇനി ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ എന്താണ് രൂപവൽക്കരിച്ചത്? ബോംബെ പ്രസിഡൻസിയാണ് രൂപവൽക്കരിച്ചത്, ഫ്രാൻസിസ് ഹേസ്റ്റിംഗ്. ഇനി ഇദ്ദേഹം 1820 കൊണ്ടുവന്ന ലാൻഡ് സിസ്റ്റം ഏതാണ്? റയട്ട്വാരി സിസ്റ്റം. എവിടെയാണ് കൊണ്ടുവന്നത്? മദ്രാസിൽ. ആർക്കായിരുന്നു ചുമതല? മദ്രാസ് ഗവർണറായിരുന്ന തോമസ് മൺറോയ്ക്ക്. ഇനി 1818 പേഷ്വാഷിപ്പ് എന്ന സ്ഥാനം എടുത്തു കളഞ്ഞു. ഇനി ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ 3 യുദ്ധങ്ങളുണ്ട്. 1813 മുതൽ 1823 വരെ ആംഗ്ലോ നേപ്പാൾ യുദ്ധം. 1813 മുതൽ 1823 വരെ. 1817 മുതൽ 1818 വരെ മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം. 1817 മുതൽ 1818 വരെ മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം. 1817 പിണ്ടാരി വാർ അല്ലെങ്കിൽ പിണ്ടാരി യുദ്ധം. അപ്പൊ അത്രയാണ് ഫ്രാൻസിസ് ഹേസ്റ്റിംഗ്. കാലാവധി 1813 മുതൽ 1823 മുതലേ. ഓർത്തുവെക്കേണ്ട പോയിന്റ്, റയട്ട്വാരി സിസ്റ്റം 1820 ഇദ്ദേഹമാണ് കൊണ്ടുവരുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ലോർഡ് ആംറസ്റ്റ്. ലോർഡ് ആംറസ്റ്റ്. His period was 1823 to 1828. The important points. The first Anglo-Burmese war during the period of 1824 to 1826. And he signed the Treaty of Yandabu in 1826. And the mutiny and capture of Bharatpur in 1826. അപ്പോൾ അടുത്ത് നോക്കുന്നത് ലോർഡ് ആംറസ്റ്റ്. ആംറസ്റ്റ് പ്രഭുവിന്റെ കാര്യമാണ്. അദ്ദേഹമായിരുന്നു അടുത്ത ബംഗാളിലെ ഗവർണർ ജനറൽ. അദ്ദേഹത്തിന്റെ കാലഘട്ടമാണ് 1823 മുതൽ 1828 വരെ. ലോർഡ് ആംറസ്റ്റ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ 3 പ്രധാന പോയിന്റാണ് ഉള്ളത്. 3 പ്രധാന പോയിന്റ്. ഒന്നാമത്തേത് 1824, 1826 കാലഘട്ടത്തിൽ നടന്ന ഒന്നാം ആംഗ്ലോ ബർമീസ് യുദ്ധം.
1824, 1826 ഒന്നാം ആംഗ്ലോ ബർമീസ് യുദ്ധം. രണ്ടാമത്തെ പോയിന്റ് 1826 യന്താബോ ഉടമ്പടി ഒപ്പുവെച്ചു. 1826 യന്താബോ ഉടമ്പടി ഒപ്പുവെച്ചു. മൂന്നാമത്തെ പോയിന്റ് ഭരത്പൂർ കലാപവും അതിനെ തുടർന്ന് ഭരത്പൂർ പിടിച്ചടക്കലും 1826. അപ്പോ ലോർഡ് ആംറസ്റ്റിന്റെ കാലാവധികളാണ് 1823 മുതൽ 1828 വരെ. പ്രധാന പോയിന്റുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു? 3 പോയിന്റുകളാണുള്ളത്. ഒന്നാമത്തത് 1824 മുതൽ 1826 വരെ നടന്ന ഒന്നാം ആംഗ്ലോ ബർമീസ് യുദ്ധം. രണ്ടാമത്തത് 1826 യന്താബോ ഉടമ്പടി ഒപ്പുവെച്ചത്. മൂന്നാമത്തത് ഭരത്പൂർ കലാപവും അതിനെ തുടർന്ന് ഭരത്പൂർ പിടിച്ചടക്കിയതും, അതും 1826 തന്നെയാണ്. ഇപ്പൊ ലോർഡ് ആംറസ്റ്റുമായി ബന്ധപ്പെട്ട് 3 പോയിന്റുകൾ മാത്രമാണ് ഉള്ളത്. നെക്സ്റ്റ് വൺ ഈസ് അൻ ഇമ്പോർട്ടന്റ് വൺ, വില്യം ബെന്റിക്. ലോർഡ് വില്യം ബെന്റിക്, ഹിസ് പീരീഡ് വാസ് 1828 to 1833. 1828 to 1833. He was the last Governor General of Bengal from a period of 1828 to 1833. He was considered as the most liberal Governor General of India. William Bentinck abolished the practice of sati in 1829 with the help of Raja Ram Mohan Roy. He suppressed the thugs in 1830 and he banned the female infanticide. അപ്പോൾ അടുത്ത് നോക്കുന്നത് വില്യം ബെന്റിക് പ്രഭു. വില്യം ബെന്റിക്. വില്യം ബെന്റിക്കിന്റെ കാലഘട്ടമാണ് 1828 1833. 1828 1833. ഇദ്ദേഹമാണ് ബംഗാളിലെ അവസാനത്തെ ഗവർണർ ജനറൽ. ബംഗാളിലെ അവസാനത്തെ ഗവർണർ ജനറലാണ് ആര്? വില്യം ബെന്റിക്. കാലഘട്ടം 1828 1833. ഇനി ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ നോക്കാം. ആദ്യത്തേത്, ഇന്ത്യയിലെ ഏറ്റവും ലിബറലായിട്ടുള്ള ഗവർണർ ജനറലായി കണക്കാക്കുന്നത് വില്യം ബെന്റിക്കിനെയാണ്. ലിബറൽ എന്ന് പറഞ്ഞാൽ പക്ഷപാതപരമായിട്ട്, ബ്രിട്ടീഷുകാർക്ക് പ്രത്യേകം ഇന്ത്യക്കാർക്ക് പ്രത്യേകമെന്ന് കൂട്ടാതെ ഇന്ത്യക്കാരോട് ഏറ്റവും സഹാനുഭൂതി പ്രകടിപ്പിച്ച ഗവർണർ ജനറൽമാരിൽ ഒരാളാണ് വില്യം ബെന്റിക്. ഇദ്ദേഹം 1829 രാജാറാം മോഹൻ റോയുടെ സഹായത്തോടെ 1829 സതി നിർത്തലാക്കി. അപ്പോൾ സതി നിർത്തലാക്കിയ വർഷമാണ് 1829. സതി നിർത്തലാക്കിയ ഗവർണർ ജനറലാണ് ആര്? വില്യം ബെന്റിക്ക്. അപ്പൊ 1829 വില്യം ബെന്റിക്ക് സതി നിർത്തലാക്കി. പ്രാക്ടീസ് ഓഫ് സതി അബോളിഷ്. ഇനി 1830 കൊള്ളക്കാരെയൊക്കെ, നാട്ടുരാജ്യങ്ങൾ മുതലേ ഉണ്ടായിരുന്ന കൊള്ളക്കാരെയൊക്കെ അമർച്ച ചെയ്തു 1830. പിന്നീട് ഇദ്ദേഹം പെൺ ശിശുഹത്യ നിരോധിച്ചു. അതായത് പെൺകുട്ടികളെ കൊല്ലുന്നത് അദ്ദേഹം നിരോധിച്ചു. അപ്പോ അടുത്ത നമ്മൾ നോക്കുന്നത് വില്യം ബെന്റിക്. വില്യം ബെന്റിക്കിനെ പറ്റിയിട്ടാണ് നോക്കുന്നത്. അദ്ദേഹത്തിന്റെ കാലഘട്ടം 1828 1833. ഇദ്ദേഹമാണ് അവസാനത്തെ ബംഗാളിലെ ഗവർണർ ജനറൽ. ഇദ്ദേഹം ഏറ്റവും ലിബറലായിട്ട് പെരുമാറുന്ന ഗവർണർ ജനറലായിട്ട് കണക്കാക്കപ്പെടുന്ന ആളാണ്. ഇനി ഏറ്റവും പ്രധാന പോയിന്റ് ഏതാണ്? 1829 എന്ത് സംഭവിച്ചു? വില്യം ബെന്റിക് സതി നിർത്തലാക്കി. പിന്നീട് 1830 കൊള്ളക്കാരെ അമർച്ച ചെയ്തു. പെൺ ശിശുഹത്യ നിരോധിച്ചു. ഇത്രയാണ് വില്യം ബെന്റിക്കുമായി പറയാനുള്ളത്. അപ്പൊ നമ്മൾ രണ്ടാമത് നോക്കിയത് ബംഗാളിലെ ഗവർണറിന് ശേഷം ബംഗാളിലെ ഗവർണർ ജനറൽ ആയവരെ പറ്റിയിട്ടാണ്. ആദ്യത്തെ വ്യക്തി വാറൻ ഹേസ്റ്റിംഗ്സ് ആയിരുന്നു. അതിനുശേഷം ജോൺ മക്ഫേസൺ ഇടക്കാലമായിട്ട് ചാർജ് എടുത്തു. അതിനുശേഷം പ്രധാനമായിട്ട് വന്ന വ്യക്തിയാണ് കോൺവാലിസ്. അതിനുശേഷം ജോൺ ഷോർ. അതിനുശേഷം റിച്ചാർഡ് വെല്ലസ്ലി. വെല്ലസ്ലിക്ക് ശേഷം വീണ്ടും കോൺവാലിസ് ഒരിക്കൽ കൂടി വരുന്നു. കോൺവാലിസിന് ശേഷം
വീണ്ടും ജോർജ് ബാർലോ വരുന്നു. ബാർലോയ്ക്ക് ശേഷം മിന്റോ ഫസ്റ്റ് അല്ലെങ്കിൽ മിന്റോ ഒന്നാമൻ, അതിനുശേഷം ഫ്രാൻസിസ് ഹേസ്റ്റിങ്സ്, അതിനുശേഷം ആംറസ്റ്റ്, അതിനുശേഷം വില്യം ബെന്റിക്. ഇത്രയും പേരാണ് ബംഗാളിലെ ഗവർണർ ജനറൽമാരായിട്ട് ചാർജ് എടുത്ത അല്ലെങ്കിൽ ആ പദവി വഹിച്ച പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥര്. നെക്സ്റ്റ് വൺ ഈസ് വി മൂവ് ഇൻ ടു ദ ഗവർണർ ജനറൽസ് ഓഫ് ഇന്ത്യ. Governor Generals of India. By the Charter Act 1833, the Governor General of Bengal became the Governor General of India. So the third post is Governor General of India. The Governor of Bengal, Governor General of Bengal, and now the Governor General of India. By the Chartered Act in 1833, the Governor General of Bengal became Governor General of India. And the first Governor General of India was who? The last Governor General of Bengal, William Bentinck. Lord William Bentinck was the first Governor General of India during the period of 1833 to 1835. He was the first Governor General of India. The important points related to William Bentinck as the Governor General of India. The first one, he introduced the Mahalwari system in 1833 in the northern region. He introduced the Mahalwari system in 1833 in the northern region. And he replaced English instead of Persian as the court language. He replaced Persian and introduced English as the court language. And he started the first medical college in Calcutta at 1835. He started the first medical college in Calcutta at 1835. He was considered as the father of modern English education in India. And he appointed Lord Macaulay to make the promotion of English language. ഇപ്പോൾ അടുത്ത നമ്മൾ നോക്കുന്നത് പുതിയ ടോപ്പിക്കാണ്, ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന ടോപ്പിക്കാണ്. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. അപ്പൊ നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞു നിർത്തിയത് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന പദവിയാണ്. 1833 ചാർട്ടർ ആക്ട് പ്രകാരം ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നുള്ളത് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നായി മാറി. 1833 ചാർട്ടർ ആക്ട് പ്രകാരം ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നുള്ളത് എന്തായി മാറി? ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നായി മാറി. ഈ പദവിയിലെത്തിയ ആദ്യത്തെ വ്യക്തി ആരായിരിക്കും? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന പദവിയിൽ അവസാനമായിട്ടിരുന്ന വില്യം ബെന്റിക്കാണ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പദവിയിലെത്തിയ ആദ്യത്തെ വ്യക്തി. ഈ പദവികളൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, അതിന് തൊട്ടു മുൻപുണ്ടായിരുന്ന പദവിയിൽ അവസാനം ഇരുന്നത് ആരാണോ അവരായിരിക്കും പുതിയതായി വന്ന പദവിയിൽ ആദ്യം എത്തിയത്. അത്രയേ ഉള്ളൂ. സാധാ രീതിയിൽ ചിന്തിച്ചാൽ മതി, അത് മനസ്സിലാവും. തൊട്ടു മുമ്പത്തെ പദവിയിൽ അവസാനമായിട്ടിരുന്ന വ്യക്തിയാണ് പുതിയ പദവിയിൽ ആദ്യം വരുന്നത്. സ്വാഭാവികമായിട്ടും ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പദവിയിൽ ആദ്യം വരുന്ന വ്യക്തി വില്യം ബെന്റിക്. അദ്ദേഹത്തിന്റെ കാലഘട്ടമാണ് 1833 മുതൽ 1835 വരെ. അദ്ദേഹം ഗവർണർ ജനറൽ ആയിട്ടിരുന്ന കാലയളവാണ് 1833 മുതൽ 1835 വരെ. ഇനി അദ്ദേഹം ഗവർണർ ജനറൽ ആയിരുന്ന സമയത്തെ പ്രധാന പോയിന്റുകൾ നോക്കാം. ആദ്യത്തെ പോയിന്റ്, 1833 ചാർട്ടർ ആക്ട് പാസാക്കി. അതാണല്ലോ അദ്ദേഹത്തെ ഗവർണർ ജനറൽ ആക്കിയത്. അപ്പൊ ആദ്യത്തെ പോയിന്റ് 1833 ചാർട്ടർ ആക്ട് പാസാക്കി. രണ്ടാമത്തത്, അദ്ദേഹം 1833 മഹൽവാരി സിസ്റ്റം എന്നൊരു ഭൂനികുതി സമ്പ്രദായം വടക്കൻ ഭാഗത്ത്, ഇന്ത്യയുടെ വടക്കൻ ഭാഗത്ത് നടപ്പിലാക്കി. ഇതാണ് മഹൽവാരി സിസ്റ്റം. നമ്മൾ മുമ്പ് സമീന്ദാരി നോക്കി, റയട്ട് വാരി നോക്കി, ഇപ്പോൾ മഹൽവാരി എത്തി. മഹൽവാരി 1833 വില്യം ബെന്റിക്കാണ്. ഏത് ഭാഗത്തായിട്ടാണ് കൊണ്ടുവരുന്നത്? ഇന്ത്യയുടെ നോർത്തേൺ സൈഡിലായിട്ടാണ് മഹൽവാരി സിസ്റ്റം കൊണ്ടുവരുന്നത് 1833. മറ്റൊരു പോയിന്റാണ്, അദ്ദേഹം കോടതിയുടെ ഔദ്യോഗിക ഭാഷകളിൽ പേർഷ്യൻ എന്നുള്ളത് മാറ്റി ഇംഗ്ലീഷ് ആക്കി. കോടതിയുടെ ഔദ്യോഗിക ഭാഷ പേർഷ്യൻ എന്നുള്ളത് മാറ്റി ഇംഗ്ലീഷ് ആക്കി. പിന്നീട് മൂന്നാമത്തെ ഒരു പോയിന്റാണ്, ഇദ്ദേഹം
1835 കൽക്കട്ടയില് ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചു. 1835 കൽക്കട്ടയിൽ ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചു. ഇനി ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയുടെ പുരോഗതിക്കായിട്ട് മെക്കാളെ തലവനായിട്ട് ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തു. ഇംഗ്ലീഷ് ഭാഷയുടെ പ്രൊമോഷൻ അല്ലെങ്കിൽ ഉയർച്ചയ്ക്കായിട്ട് ലോർഡ് മെക്കാളെ തലവനായിട്ട് ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തു. ഇനി ഇദ്ദേഹം അറിയപ്പെടുന്ന മറ്റൊരു പേരായിരുന്നു ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പിതാവ്. ഇന്ത്യയിലെ ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പിതാവ്, ഫാദർ ഓഫ് മോഡേൺ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് തന്നെയാണ്? വില്യം ബെന്റിക് തന്നെയാണ്. അപ്പോ നമ്മൾ നോക്കുന്നത് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പദവിയിലേക്ക് എത്തി. ആ പദവി തുടങ്ങുന്നത് 1833 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ്. 1833 ചാർട്ടർ ആക്ട് പ്രകാരമാണ്. ഇനി ചാർട്ടർ ആക്ട് പ്രകാരം ഗവർണർ ജനറലായ ആദ്യത്തെ വ്യക്തിയാണ് ആര്? വില്യം ബെന്റിക്. വില്യം ബെന്റിക്കിന്റെ കാലാവധി എങ്ങനെയാണ്? 1833 മുതൽ 1835 വരെ. ഇനി പ്രധാന പോയിന്റുകൾ ഏതൊക്കെയാണ്? ആദ്യത്തെ പോയിന്റ്, അദ്ദേഹം ചാർട്ടർ ആക്ട് 1833 പാസാക്കി. പിന്നെ രണ്ടാമത്തെ പോയിന്റ്, 1833 ഇന്ത്യയുടെ വടക്കൻ ഭാഗങ്ങളിൽ മഹൽവാരി എന്നൊരു സമ്പ്രദായം, മഹൽവാരി സിസ്റ്റം നടപ്പിലാക്കി. പിന്നീട് കോടതിയുടെ ഔദ്യോഗിക ഭാഷ പേർഷ്യൻ എന്നുള്ളത് മാറ്റി എന്താക്കി മാറ്റി? ഇംഗ്ലീഷ് ആക്കി മാറ്റി. പിന്നീട് 1835 കൽക്കട്ടയിൽ എന്ത് സ്ഥാപിച്ചു? ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചു. ഇനി ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പ്രൊമോഷനായിട്ട് മക്കാളെ തലവനായിട്ട് ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നു. ഇദ്ദേഹം അറിയപ്പെട്ട മറ്റൊരു പേരാണ് എന്ത്? ഇന്ത്യയിലെ ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പിതാവ്. നെക്സ്റ്റ് വൺ ഈസ് ചാൾസ് മെറ്റ്കാഫ്. ചാൾസ് മെറ്റ്കാഫ്. His period was 1835 to 1836. 1835 to 1836. The important points are, first one, he withdrew the restriction of press. He withdrew the restriction of press. And he was known as the liberator of press. He was known as the liberator of press. അപ്പോൾ അടുത്തയാളാണ് ചാൾസ് മെറ്റ്കാഫ്. ചാൾസ് മെറ്റ്കാഫ്. ചാൾസ് മെറ്റ്കാഫിന്റെ കാലഘട്ടമാണ് 1835 മുതൽ 1836 വരെ. 1835 മുതൽ 1836 വരെ. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രധാന പോയിന്റാണ് ആദ്യത്തേത്, പ്രസ് അല്ലെങ്കിൽ പത്രങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണം അദ്ദേഹം പിൻവലിച്ചു. റെസ്ട്രിക്ഷൻ ഓഫ് പ്രസ്, പത്രങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണം പിൻവലിച്ച ഗവർണർ ജനറലാണ് ചാൾസ് മെറ്റ്കാഫ്. ഇദ്ദേഹം അതുകൊണ്ട് അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ലിബറേറ്റർ ഓഫ് പ്രസ്. ലിബറേറ്റർ ഓഫ് പ്രസ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറലാണ് ആര്? ചാൾസ് മെറ്റ്കാഫ്. അപ്പൊ ചാൾസ് മെറ്റ്കാഫ് കാലഘട്ടം 1835 1836. ഇദ്ദേഹം എന്താണ് ചെയ്തത്? പത്രങ്ങൾക്ക് മേലെ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണം പിൻവലിച്ചു. ഇദ്ദേഹം അതുകൊണ്ട് എങ്ങനെ അറിയപ്പെടുന്നു? ലിബറേറ്റർ ഓഫ് പ്രസ് എന്നറിയപ്പെടുന്നു. ലിബറേറ്റർ ഓഫ് പ്രസ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറലാണ് ചാൾസ് മെറ്റ്കാഫ്. നെക്സ്റ്റ് വൺ ഈസ് ഓക്ലാൻഡ്, ലോർഡ് ഓക്ലാൻഡ്. ഹിസ് പീരീഡ് വാസ് 1836 to 1842. The important incident happened during his period was the first Afghan war during the period of 1838 to 1842. 1838 to 1842. ഇപ്പോ അടുത്ത ഗവർണർ ജനറലാണ് ലോർഡ് ഓക്ലാൻഡ്. ലോർഡ് ഓക്ലാൻഡ്. അദ്ദേഹത്തിന്റെ കാലഘട്ടമാണ് 1836 മുതൽ 1842 വരെ. 1836 മുതൽ 1842 വരെ. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നടന്ന പ്രധാന സംഭവമാണ് 1838 മുതൽ 1842 വരെ നടന്ന ഒന്നാം അഫ്ഗാൻ യുദ്ധം, ഫസ്റ്റ് അഫ്ഗാൻ വാർ. ആ സമയത്തെ ഗവർണർ ജനറലാണ് ആര്? ഓക്ലാൻഡ്. ഇപ്പൊ ഓക്ലാൻഡ് പ്രഭുവിന്റെ ഭരണകാലാവധിയാണ്
1836 1842. എന്താണ് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നടന്ന പ്രധാന സംഭവം? 1838 മുതൽ 1842 വരെ നടന്ന ഒന്നാം അഫ്ഗാൻ യുദ്ധം. അതാണ് ഓക്ലാൻഡ് പ്രഭുവിന്റെ കാലത്ത് പ്രധാന സംഭവം. നെക്സ്റ്റ് വൺ ഈസ് ലോർഡ് എലൻബറോ. His period was 1842 to 1844. 1842 to 1844. The important point related to Ellenborough was he abolished the slavery. The Governor General who abolished the slavery was Lord Ellenborough. അപ്പോൾ അടുത്തത് എലൻബറോ പ്രഭുവിനെ പറ്റിയിട്ടാണ്. അടുത്ത ഗവർണർ ജനറൽ ആണ് എലൻബറോ. അദ്ദേഹത്തിന്റെ കാലഘട്ടമാണ് 1842 1844. 1842 1844. അദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രധാന പോയിന്റാണ് സ്ലേവറി അല്ലെങ്കിൽ അടിമത്തം നിരോധിച്ചത്. അപ്പോൾ എലൻബറോ 1842 1844. പ്രധാന പോയിന്റ് ഒറ്റ ഒരെണ്ണം മാത്രമുള്ള എന്താണ്? അബോളിഷ്ഡ് സ്ലേവറി നിരോധിച്ചു, അടിമത്തം നിരോധിച്ചു. ആര്? എലൻബറോ. നെക്സ്റ്റ് വൺ ഈസ് ദ ഹർഡിഞ്ച് ഫസ്റ്റ്. His period was 1844 to 1848. 1844 to 1848. The important points were, the first one is the first Anglo-Sikh War during the period of 1845 to 1846. And second one was the prohibition of female infanticide and human sacrifice related to a religious place. അടുത്ത പ്രധാനപ്പെട്ട ഗവർണർ ജനറൽ ആണ് ഹർഡിഞ്ച് ഒന്നാമൻ അല്ലെങ്കിൽ ഹർഡിഞ്ച് ഫസ്റ്റ്. അദ്ദേഹത്തിന്റെ കാലഘട്ടമാണ് 1844 മുതൽ 1848 വരെ. 1844 മുതൽ 1848 വരെ. അദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രധാന പോയിന്റുകളാണ്: ഒന്നാമത്തത് ഒന്നാം ആംഗ്ലോ സിഖ് വാർ 1845 1846 കാലഘട്ടത്തിൽ നടന്ന ഒന്നാം ആംഗ്ലോ സിഖ് യുദ്ധം. രണ്ടാമത്തെ പോയിന്റ് മതപരമായ സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട് നടന്ന പെൺ ശിശുഹത്യയും മനുഷ്യബലി അല്ലെങ്കിൽ നരബലി നിരോധിച്ചു. മതപരമായ സ്ഥലങ്ങളിൽ നടന്നു വന്നിരുന്ന പെൺ ശിശുഹത്യ, നരബലി അല്ലെങ്കിൽ മനുഷ്യബലി നിരോധിച്ചു. അപ്പോ ഹർഡിഞ്ച് ഒന്നാമൻ അല്ലെങ്കിൽ ഹർഡിഞ്ച് ഫസ്റ്റിന്റെ കാലാവധിയാണ് 1844 1848. ഇനി ഈ കാലഘട്ടത്തിൽ നടന്ന പ്രധാന സംഭവങ്ങൾ എന്തൊക്കെയാണ്? 1845 46 കാലഘട്ടത്തിൽ നടന്ന ഒന്നാം ആംഗ്ലോ സിഖ് യുദ്ധം. പിന്നീട് രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഇദ്ദേഹം എന്തൊക്കെ നിരോധിച്ചു? മതപരമായ സ്ഥലങ്ങളിൽ നടന്നു വന്നിരുന്ന പെൺ ശിശുഹത്യയും മനുഷ്യബലി അല്ലെങ്കിൽ നരബലി നിരോധിച്ചതും ആരാണ്? ഹർഡിഞ്ച് ഫസ്റ്റ് അല്ലെങ്കിൽ ഹർഡിഞ്ച് ഒന്നാമനാണ്. So friends, that's all about today's topic. We will continue this topic in our next session. നമ്മൾ ഇത് വളരെ ലെങ്തിയായ ഒരു ടോപ്പിക് ആയതുകൊണ്ട് ഇതിന്റെ സെക്കൻഡ് പാർട്ട് അല്ലെങ്കിൽ തുടർന്ന് വരുന്ന പാർട്ട് നമുക്ക് തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം. നന്ദി.